ഭഗവതി മന്ദസ്മിതശ്രീമുഖി വാത്സല്യാമവർഷിണീ സുമധുര സങ്കീർത്തനാലാപിനി സ്വാമീമദസിദ്ധസാപി ആനന്ദാമികാമീശ്വരി സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യം ആചാര്യപര്യന്ത ശ്രീസ്മൃതിപുരാണായം കരുണാലയ നമാമി ഭഗവത്പാദം ശങ്കരം ശങ്കരാചാര്യം കേശവം പൗത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗി വ്യോമവ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ സ്മൃതാന്യം രണ്ടാം അധ്യായം ബ്രാഹ്മണൻ 4 യത്ര ഹി ദ്വൈതമിവ ഭവതി തത് ഇതര ഇതരം ജിഘ്രതി തത് ഇതര ഇതരം പശ്യതി തത് ഇതര ഇതരം ശൃണോതി തത് ഇതര ഇതരം അഭിവദതി തത് ഇതര ഇതരം മനതി തത് ഇതര ഇതരം വിജാനാതി എത്ര വാസ്യശ്രമമീവ ഭൂത് കേനകം ജിഘ്രയേത് തത് കേനകം പശ്യേത് തത് കേനകം ശൃണുയാത് തത് കേനകം അഭിവദേത് തത് കേനകം മന്യേത തത് കേനകം വിജാനീയാത് ഏനേദം സർവം വിജാനാതി തം കേന വിജാനീയാത് വിജ്ഞാതാരം വരെ കേന വിജാനീയാത് ഇതി. തസ്മാത് അവിദ്യയാ ഏവ അനാത്മത്വം പരികൽപ്പിതം. നുതു പരമാർത്ഥത ആത്മവ്യതിരേകേണ അസ്തി കിഞ്ചിത്. തസ്മാത് മുമ്പ് എന്താ പറഞ്ഞത്? സർവവും ആത്മാവാണ്. നാമരൂപാത്മകമായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം എല്ലാം ആത്മാവാണ്, താൻ തന്നെയാണ്. വേറെ തരത്തിൽ പറഞ്ഞാൽ കാണുന്നതെല്ലാം കാഴ്ചയ്ക്ക് വിഷയമായിരിക്കുന്നത്, കാഴ്ച എന്നുദ്ദേശിക്കുന്ന കണ്ണിന് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങൾക്കും വിഷയമായി, മനസ്സിന് വിഷയമായി എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം, അതാണ് അനാത്മാ എന്ന് പറയുന്നത്. ശരീരം ഉൾപ്പെടെയുള്ള എന്തെല്ലാം അനുഭവപ്പെടുന്നോ അതെല്ലാം അവിദ്യ ഏവ പരികൽപ്പിക്കുക, അവിദ്യ കൊണ്ട് കൽപ്പിക്കപ്പെടുന്നതാണ്. അതെല്ലാം എന്താണ്? അത് പരമാർത്ഥത ആത്മവ്യതിരേകേണ അസ്തി കിഞ്ചിത്. പരമാർത്ഥത്തിൽ അവനിൽ നിന്ന്, കാണുന്നവനിൽ നിന്ന് അന്യമായി അനുഭവിക്കുന്നവനെന്ന് പറയാം. കാണുന്നവനെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കണ്ണാണ്, കണ്ണുകൊണ്ട് കാണുന്നത്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സാധാരണ പറയും എന്താണ് ഇതൊക്കെ നിലനിൽക്കുന്ന നമ്മൾ കാണുന്നത് കൊണ്ടാണ് എന്ന് പറയും. കാണുന്നതാണ്, പിന്നെ കേൾക്കുന്നത്
മണക്കുന്നത്, രുചിക്കുന്നത് എല്ലാം. പിന്നെ മനസ്സിന്റെ വിഷയങ്ങളോ പുറമേ കാണുന്നില്ല, മനസ്സിൽ ഒരുപാട് കാണുന്നില്ലേ. സങ്കല്പങ്ങളുണ്ട്, ഭാവനകളുണ്ട്. അപ്പോൾ കാണുക എന്നുള്ളതല്ല അനുഭവം. അപ്പോൾ അത് തന്റെ അനുഭവത്തെ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. നമ്മൾ മാണ്ഡവ്യത്തിൽ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്റെ കാഴ്ച അത് സൃഷ്ടിക്കുന്നതാണ് ഈ പദാർത്ഥത്തെ എന്നല്ല പറയും. കാഴ്ച എന്ന് പറയുന്നത് എന്താ? കണ്ണ്, ഇന്ദ്രിയം, വെളിച്ചം, മനസ്സ് അതിനോട് ചേർന്നു. ഇത്രയും ചേർന്ന് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ സൃഷ്ടിക്കാൻ പറ്റും. എന്നാൽ എളുപ്പമല്ല. ഒന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. എല്ലാം കണ്ണ് സൃഷ്ടിച്ചു തരും. അങ്ങനെയാണ് നമ്മൾ ധരിച്ചു പോകുന്നത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. കാഴ്ചയ്ക്ക് അങ്ങനെ ഒന്നിനെ സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. കണ്ണിനും മനസ്സിനും കാണുന്ന വസ്തുവിനുമൊക്കെ ഒരേ സ്വത്താണ്. അതുകൊണ്ട് തന്നെ ഒന്നിനും മറ്റൊന്നിനും സൃഷ്ടിക്കാൻ കഴിയത്തില്ല. പറയുന്നത് എന്താണ്? ആത്മാ അല്ല, വാസ്തവത്തിൽ കാണുന്നവൻ ആരാണ്? കണ്ണല്ലല്ലോ കാണുന്നത്. കണ്ണാണ് കാണുന്നതെങ്കിൽ ശരി, കണ്ണ് സൃഷ്ടിച്ചു എന്ന് പറയാം. കണ്ണല്ല കാണുന്നത്. കണ്ണെന്ന് പറയുന്നത് ഒരു കരണം മാത്രം, ഒരു ഉപകരണം മാത്രം, കാണുന്നതിന് സഹായിക്കുന്ന ഒരു ഉപകരണം മാത്രം. അപ്പോൾ ആത്മാവെന്ന് പറയുന്നത് കണ്ണിനെ അല്ലല്ലോ, മനസ്സിനാണോ? അല്ല. പറയുന്നത് ശ്രോത്രസ്യ ശ്രോത്രം മനസ്സോ മനോയത് എന്ന് പറയുന്നതാണ്. കണ്ണിന്റെ കണ്ണ്, ചെവിയുടെ ചെവി എന്നെല്ലാം പറയുന്നു. അതാത്മാ. അതിൽ നിന്ന് വ്യതിരിക്തമായി അവിടെ സാധാരണ കാഴ്ചയല്ല പറയുന്നു. സച്ചിദാനന്ദ രൂപമായിരിക്കുന്ന താൻ. ഏതെന്നാണോ സത്ത്, ചിത്ത, ആനന്ദം, ഈ മൂന്നനുഭവങ്ങൾ നിരന്തരം ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സദനുഭവം ഉണ്ടാകുന്നുണ്ട്. ചിത്ത് അല്ലെങ്കിൽ ബോധം, അത് പിന്നെ അതാണല്ലോ, ബോധത്തിലാണല്ലോ എല്ലാം പ്രകടമാകുന്നു. സത്ത് പ്രകടമാകുന്നു. അവിടെ തന്നെ ബോധം സ്വയം പ്രകടമായിരിക്കും. അവിടെ തന്നെ ആനന്ദവും പ്രകടമാകുന്നു. ഇവിടെ തന്നെ തന്നിലാണ് ഇതെല്ലാം വേദ്യമാകുന്നു. അതുകൊണ്ട് പറയുന്നു താൻ സ്വയം സച്ചിദാനന്ദമാണോ. തന്നത് അനുഭവമാകുന്നുകൊണ്ടാണ്. അങ്ങനെയുള്ള സച്ചിദാനന്ദ രൂപനായിരിക്കുന്ന താൻ ആത്മാ, അതിൽ നിന്ന് വ്യതിരിക്തമായി പറയുന്നു. വസ്തുക്കളില്ല, നാമരൂപങ്ങളോ അത് തന്നെയാണ്, സച്ചിദാനന്ദം തന്നെയാണ്. പക്ഷെ നാമരൂപങ്ങളായിട്ടാണല്ലോ അനുഭവപ്പെടുന്നത്. ആരെങ്കിലും നാമരൂപങ്ങളെ കണ്ടിട്ട് സച്ചിദാനന്ദമായിട്ട് അനുഭവിക്കുന്നുണ്ടോ? ഇല്ല. അതിനാണ് ഇവിടെ അനാത്മത്വം എന്ന് പറയുന്നത്. അതംഗീകരിക്കുന്നു. വിഷയങ്ങളെ കാണുമ്പോൾ ഇതിനെ നാമരൂപങ്ങളായി അനുഭവിക്കുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അതിന് സച്ചിദാനന്ദമായി അറിയാതെ നാമരൂപമായിട്ട് കാണുന്നതിനൊരു കാരണമുണ്ട്. അത് സച്ചിദാനന്ദ സ്വാനുഭവത്തിൽ വന്നിട്ട്, അതാണ്
അറിയാത്ത കാര്യമാണെങ്കിൽ ശരി, സച്ചിദാനന്ദം ആരും അറിയാത്ത ഒന്നാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അങ്ങനെയല്ല, തന്റെ അസ്തിത്വത്തിൽ ആർക്കും സംശയമില്ല. കാണുന്ന ഓരോ വസ്തുവിനെയും അസ്തിത്വത്തെ അറിയുന്നുണ്ട്. അത് സർവവ്യാപകമായി അറിയുന്നു. അത് തനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്, ആർക്കും സംശയമില്ല. അങ്ങനെ ഇരുന്നിട്ടും നാമരൂപാത്മകമായ അനുഭവം തന്റെ ശരീരത്തിൽ തുടങ്ങുന്നത്. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ മനസ്സാണ്, ഇതെന്റെ കർണങ്ങളാണ്, ഇത് ബാഹ്യവിഷയങ്ങളാണ്. അപ്പോൾ ഈ നാമരൂപാത്മകമായ അനുഭവം സച്ചിദാനന്ദാനുഭവം ഉണ്ടായിട്ടും തുടരുന്നു. അതുകൊണ്ടല്ലേ പറയുന്ന ദ്വൈതം, താനും അന്യവും, അങ്ങനെ അനുഭവം ഉണ്ടാകും. അതിന് കാരണം പറഞ്ഞു എന്താണ്? അത് അവിദ്യയാണ്. സച്ചിദാനന്ദ അനുഭവം ഉണ്ടെങ്കിലും ആ സച്ചിദാനന്ദം അത് തന്റെ സ്വരൂപമാണ്, അത് ഈ പ്രപഞ്ചത്തിന്റെ സ്വരൂപമാണ്, അത് പൂർണ്ണമാണ്, അത് വ്യാപകമാണ്. ഇത്തരത്തിൽ അതിനെ അറിയുന്നില്ല. അതാ തകരാറ്. അത് നിത്യമാണ്, സത്ത് ഉണ്ടാകുന്നു, നശിക്കുന്നു എന്നറിയുന്നു. അത് അവിദ്യ എന്ന് പറയുന്നു. അവിദ്യ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടു തരത്തിൽ പറയും. ഒന്ന് അറിവില്ലായ്മ, മറ്റൊന്ന് അറിവ്. രണ്ടു തരത്തിലും പറയും. ഒരിടത്ത് ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പൊരിടത്ത് സാധുക്യത്തിലാണെന്ന് പറഞ്ഞു. അറിവില്ലായ്മയും അറിവും രണ്ടിനും അവിദ്യ എന്ന് പറയാം. രണ്ടു തരത്തിലും പറയുന്നു എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഭ്രമവും വരും. അറിവില്ല എന്നിവിടെ പറയുന്നത് ഉദാഹരണം മനസ്സിലാക്കി. ഉദാഹരണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ രജ്ജു സർപ്പത്തെ കാണും. അവിടെ സർപ്പപ്രതീതി ഉണ്ട്. എന്തുകൊണ്ട്? അതിനൊരു കാരണം പറയും, രജ്ജുവിനെ അറിയാത്തത് കൊണ്ട്. അപ്പോൾ അറിവില്ലായ്മ അതാണ്. രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, അത് അവിദ്യയാണ്. രജ്ജുവിനെ കുറിച്ച് അറിവില്ലാതിരുന്ന അതിനെ സർപ്പപ്രതി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം മറ്റു പല കാര്യങ്ങളെയും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ രജ്ജുവിനെ അറിയുന്നുണ്ടോ? ഇല്ല. രജ്ജുവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ അത് പലതരത്തിൽ വരാം. അപ്പോൾ അത് അവിടെ അവിദ്യ പൂർണ്ണമായിട്ടില്ല. അറിവില്ലായ്മ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നുമില്ല. രജ്ജുവിനെ അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് ഒരാൾക്ക് ഭയകമ്പാദികളൊന്നും ഉണ്ടാകുന്നില്ല. സർപ്പം കടിക്കുമെന്ന് ഭയം ഉണ്ടാകുന്നില്ല, സർപ്പത്തെ ഭയന്ന് ഓടുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. ഈ പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് രജ്ജുവിനെ അറിയുന്നില്ല. അവിദ്യ ഒരു തരത്തിൽ അങ്ങനെ അജ്ഞാന രൂപത്തിൽ. അതേ അവിദ്യ തന്നെ മറ്റൊരു തരത്തിൽ വരുന്നതിനാണ് മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത്. അതുകൂടി അവിടെയുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് അവിദ്യ രണ്ടു തരത്തിൽ. ഒന്ന് അറിവില്ലായ്മ, ഒന്ന് അറിവായിട്ട്. അതെന്താണ്? സർപ്പം, സർപ്പജ്ഞാനം, അതും അവിദ്യയാണ്. സർപ്പജ്ഞാന രൂപത്തിൽ നിൽക്കുന്നു, അവിടെ അവിദ്യ. രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മയുടെ രൂപം. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനമില്ല. അറിവില്ലായ്മ എന്ന് പറയുന്നത് ജ്ഞാനമേ ഇല്ല. അതിനാണ് നമ്മൾ അറിവില്ലായ്മ എന്ന് പറയുന്നത്.
എന്നുവെച്ചാൽ അങ്ങനെ ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. എനിക്ക് പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, രജ്ജുവിനെ കുറിച്ചുള്ള ഒരു അറിവ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ പറയും അറിവില്ലായ്മ, അറിവുണ്ടാകാതിരിക്കും. അതേസമയം സർപ്പത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. അതിനെ ഭ്രാന്തി എന്ന് പറയുന്നു. ഇതാണ് ജാഗ്രത സ്വപ്നം തമ്മിലുള്ള വ്യത്യാസം. ജാഗ്രതത്തിൽ എന്താണ്? അറിവുണ്ട്, മിഥ്യാജ്ഞാനമുണ്ട്. ഇവിടെ പറയുന്നു അനാത്മത്വം പരികല്പിതം, അനാത്മത്വ ജ്ഞാനമുണ്ട് ജാഗ്രതത്തിൽ. അതിന് കാരണം പറഞ്ഞെന്താണ്? അവിദ്യയാ. ശരിയാണ്. ഇവിടെ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അവിദ്യ കൊണ്ട് ഉണ്ടെന്നാ പറയുന്നു. ഇവിടെ ഇത് അവിദ്യയാണെന്ന് പറയുന്നില്ല, മറ്റിടത്ത് പറയും. ഇവിടെ ഈ കാണുന്ന ജാഗ്രത സ്വപ്നാനുഭവങ്ങൾ, ഇവിടുത്തെ പ്രധാനമായ തകരാറ് എന്താണ്? തന്നെ സച്ചിദാനന്ദമായി അറിയുന്നില്ല, മറിച്ച് തന്നെ നിന്ന് അന്യമായി അറിയുന്നു, തന്നെ മറ്റു പലതരത്തിലും അറിയുന്നു. അപ്പോൾ ഇവിടെ അവിദ്യയുണ്ട്, മിഥ്യാജ്ഞാനരൂപത്തിലുള്ള അവിദ്യയുണ്ട്. ശരി, നീ തത്വമസി, നീ സച്ചിദാനന്ദമാണ്, നീ അറിയുന്നുണ്ട്. പറയുന്ന ഞാൻ അറിയുന്നില്ല. അപ്പൊ തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട് ഇവിടെ തന്നെ. അതേസമയം ഇവിടെ നാനാത്വബോധമുണ്ട്, നാമരൂപാത്മകമായി അറിയുന്നു, തന്നെയും അങ്ങനെ തന്നെ അറിയുന്നു, തന്നെ കുറിച്ച് അറിയുന്നു. താൻ ഇന്ന ശരീരത്തോടുകൂടിയവനാണ്, അതാണ് രൂപ. പുരുഷ ശരീരമുള്ളവനാണ്, സ്ത്രീ ശരീരമുള്ളവനാണ്, പിന്നെ ഇന്ന വിശേഷതയുള്ളവനാണ്, വെറുത്തവനാണ്, കറുത്തവനാണ്, മെലിഞ്ഞവനാണ്, തടിച്ചവനാണ്, അല്ലെങ്കിൽ തടിച്ചവളാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. പിന്നെ അതോടുകൂടി ചേർത്ത് ഓരോന്നിനും ഓരോ പേരും വരുന്നു. കറുത്തവനാണ്, നാമമുണ്ട്, അത് സ്വയം കറുത്ത വസ്തുവുണ്ട്, രൂപം. വെളുത്തവനാണ്, നാമമുണ്ട്, രൂപമുണ്ട്. ധനവാനാണ്, നാമമുണ്ട്, ഒരു രൂപമുണ്ട്, ധനമുള്ളവൻ. ഇത്തരത്തിൽ നാമരൂപാത്മകമായി തന്നെ അറിയുന്നത് അവിദ്യ. അപ്പോൾ ഇത് അവിദ്യ കൊണ്ടറിയുന്നു എന്ന് പറയാൻ പറ്റില്ല, ഈ അറിവ് തന്നെ അവിദ്യയാണ്. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന തന്നെ ഇങ്ങനെ നാമരൂപാത്മകമായി അറിയുന്നത് അവിദ്യ, അതിന്റെ പേര് പറയും. ഇനി പറയുന്നത് എന്താണ്? അവിദ്യ അറിവില്ലായ്മയാണ്. ജാഗ്രതത്തിൽ ഈ അവിദ്യ ഉള്ളതുകൊണ്ട് ഈ ജാഗ്രതത്തിലെ അറിവില്ലായ്മയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ അവിദ്യ ജ്ഞാനരൂപമായിട്ടാണ്. ജ്ഞാനം ഇരിക്കെ എങ്ങനെ ജ്ഞാനമില്ല എന്ന് പറയാൻ പറ്റും? അതാണ് ഇവിടെ അത് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഞാൻ ഈ പുസ്തകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിവില്ലെന്ന് പറയാൻ പറ്റും? ഇല്ല. ഞാൻ പുസ്തകത്തെ അറിയുന്നു എന്നുള്ളതാണ് തെളിവ്, എനിക്ക് അറിവുണ്ട് എന്നുള്ളതാണ്. ഇവിടെ അവിദ്യ, ഇവിടെ മിഥ്യാജ്ഞാനമായിരിക്കുന്നു. ഇവിടെ ഈ അറിവില്ലായ്മയെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്നാൽ ഈ മിഥ്യാജ്ഞാനത്തിന് കാരണം എന്താണ്? അറിവില്ലായ്മയാണ്. അതാണ് പറയുന്നത് അവിദ്യയാ ഹേതു. എന്നാണ് തൃതീയ പ്രയോഗിക്കുന്നത്, അവിദ്യ കൊണ്ട്. അവിടെ അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? മിഥ്യാജ്ഞാനം എന്നുള്ള അർത്ഥത്തിലല്ല, അറിവില്ലായ്മ എന്നുള്ള അർത്ഥത്തിൽ. അതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്. എന്താണ്? രജ്ജുവിന്റെ അറിവില്ലായ്മ. ഒന്ന് സർപ്പത്തിന്റെ പ്രതീതി, മറ്റൊന്ന്. രണ്ടും ഒരുമിച്ച് തന്നെ. സർപ്പത്തിന്റെ പ്രതീതി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രജ്ജുവിന്റെ അറിവില്ലായ്മ ഉണ്ടെന്നാണ്. എന്നാൽ പറഞ്ഞില്ലേ, ആ രജ്ജുവിന്റെ അറിവില്ലായ്മ മാത്രമായിട്ട് നിൽക്കും.
ഇപ്പൊ തന്നെ എനിക്ക് പല അറിവുണ്ട്. രജ്ജുവിന്റെ അറിവില്ലായ്മയില്ല. രജ്ജുവിന്റെ അറിവില്ലായ്മയുണ്ട്. ഇതാണ് ഹേതു. ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുന്നതിന്, സർപ്പപ്രതീതി ഉണ്ടാകും. അതുപോലെ ഇവിടെ തന്നെക്കുറിച്ചുള്ള അറിവില്ലാതിരിക്കും, തന്റെ വാസ്തവ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കും. തന്റെ വാസ്തവ സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപം ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിനെക്കുറിച്ച് ബോധമില്ലാതിരിക്കും. ബോധമില്ലാത്തതുകൊണ്ട് ഈ അറിവുണ്ടാകുന്നു. ശരീര സംബന്ധിയായിട്ടുള്ള, പ്രപഞ്ച സംബന്ധിയായിട്ടുള്ള അറിവുണ്ടാകുന്നു. ശരി, ആ ബോധമില്ലായ്മ അതാണ് സുഷുപ്തി. അവിടെ അതറിയാൻ പറ്റും. അവിടെ തന്നെ കുറിച്ചുള്ള ബോധമില്ല. ആ ബോധമില്ലായ്മ മാത്രം. അതുകൊണ്ട് ഈ പ്രപഞ്ചബോധം ഉണ്ടാകുന്നില്ല. ഇപ്പൊ രജ്ജുവിനെ കുറിച്ച് അറിയുന്നില്ല എന്ന് വിചാരിച്ച് സർപ്പഭ്രാന്തി ഉണ്ടാകത്തില്ല. ഇപ്പൊ അത് അജ്ഞാതമാണ്. എനിക്ക് രജ്ജുവിനെ കുറിച്ച് എനിക്ക് ജ്ഞാനമില്ല, എനിക്ക് വേറെ അറിവാണ്. അവിടെ ഭ്രമമില്ല, ഭ്രാന്തിയില്ല. അതുപോലെ തന്നെക്കുറിച്ച് അറിയാതിരിക്കുക, അങ്ങനെ മാത്രം തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രമായിട്ടിരിക്കും. അറിവില്ലായ്മ എന്താ? തന്നെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടോ താനല്ലാതെ? ഞാൻ പറയുന്നു ഞാൻ രജ്ജുവിനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ രജ്ജുവിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എനിക്കതിനെ കുറിച്ചുള്ള അറിവില്ലെന്നേ ഉള്ളൂ. രജ്ജുവിൽ രണ്ടാമതൊന്നുമില്ല. രജ്ജുവിൽ എന്റെ അറിവില്ലായ്മ കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൊണ്ട് അവിടെ ദ്വൈതം വരുമോ? രണ്ടു വരുമോ? രജ്ജുവിലില്ല. കാരണം എന്റെ അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് രണ്ടു വരത്തില്ല. ഉള്ള വസ്തുക്കൾ രണ്ടു വന്നാലേ ദ്വൈതം വരത്തുള്ളൂ. ഒന്നുമുള്ളത് രണ്ടാമത് ഇല്ല എന്ന് പറഞ്ഞാൽ ദ്വൈതം വരുന്നതാണ്. എന്തുകൊണ്ടില്ല എന്ന് പറയുന്നത്? അറിവില്ലായ്മയാണ്. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ദ്വൈതമില്ല എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന പോലെ എനിക്കിപ്പോൾ രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഏകമായ കേവലമായ രജ്ജു മാത്രം ശേഷിക്കുന്നു. അറിവില്ലായ്മ എന്ന് പറയുന്നത് അതിനോടൊപ്പം ഇരിക്കാൻ പറ്റിയ ഒന്നല്ല. എന്നുകൊണ്ട് അതില്ലായ്മയാണ്. ഇല്ലായ്മ എവിടെയെങ്കിലും ഇരിക്കുമോ? ഇല്ലായ്മയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നു ഇരിക്കാൻ പറ്റുമെന്ന് പറയുന്നു. എങ്ങനെ? മേശയുടെ പുറത്ത്. ഇവിടെ ഇപ്പോൾ ആനയില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഇല്ലായ്മയുണ്ടല്ലോ ഇവിടെ. എന്തുകൊണ്ടില്ലെങ്കിൽ ഇവിടെ ആനയെ കാണണം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഇവിടെ ആനയില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ആനയുടെ ഇല്ലായ്മ ഇവിടെ ഉണ്ടെന്നാ. ഇല്ലായ്മയ്ക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ എനിക്ക് അതിനെന്താ യുക്തി? എനിക്കിവിടെ ആനയെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നില്ല. ആന ഉണ്ടെങ്കിൽ എനിക്ക് ബോധം ഉണ്ടാവും. പക്ഷെ ആനയെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? അതില്ല എന്ന് വെച്ചാൽ ഇവിടെ ഇല്ലായ്മയുണ്ട്. ഇല്ലായ്മയില്ലെന്ന് പറഞ്ഞാൽ പറയേണ്ടി വരും ഇവിടെ ആനയുണ്ട്. രണ്ടിലൊന്ന് കാണണം. ഒന്നുകിൽ ആന, അല്ലെങ്കിൽ അതിന്റെ ഇല്ലായ്മ. ഒന്ന് അംഗീകരിച്ചേ പറ്റും. ഏതെങ്കിലും ഒന്ന്. ആന അംഗീകരിച്ചാൽ അതിന്റെ ഇല്ലായ്മയില്ല. ആന അംഗീകരിച്ചില്ലെങ്കിൽ അതിന്റെ ഇല്ലായ്മ ഉണ്ടെന്ന് പറയേണ്ടി വരും. അപ്പൊ ഇല്ലായ്മ ഇവിടെ അംഗീകരിച്ചേ. അപ്പോ അതുപോലെ അറിവിന്റെ ഇല്ലായ്മ പറയും.
അറിവിന്റെ ഇല്ലായ്മ അവിടെയുണ്ട്, സുഷുപ്തിയിലുണ്ട്. സുഷുപ്തിയിൽ ആ അറിവിന്റെ ഇല്ലായ്മ എവിടെയുള്ളത്? ഇവിടെ ഇപ്പോൾ ആനയുടെ ഇല്ലായ്മ മേശപ്പുറത്താണുള്ളത്. മേശയില്ല ഞാൻ പറയുന്നു, ഇവിടെ ആനയില്ല. ഇവിടെ മേശയുണ്ട്, ആനയുടെ ഇല്ലായ്മയുണ്ട് എന്ന് പറയും. അതുപോലെ അവിടെ ആത്മാവ് അവിടെയുണ്ട്, അവിടെ ഇല്ലായ്മയുണ്ട്, അറിവിന്റെ ഇല്ലായ്മയുണ്ട്. ആ അറിവിന്റെ ഇല്ലായ്മയാണ് പറയുന്നത് അജ്ഞാനം. വെളിച്ചത്തിന്റെ ഇല്ലായ്മ ഇരുളെന്ന് പറയുന്ന പോലെ അറിവിന്റെ ഇല്ലായ്മ അജ്ഞാനം. അതുകൊണ്ട് പറയുന്നത് എന്താണ്? അവിടെ സുഷുപ്തിയിൽ ആത്മാവുമുണ്ട്, അറിവിന്റെ ഇല്ലായ്മയുണ്ട്, അല്ലെങ്കിൽ അജ്ഞാനമുണ്ട്. ഇവിടെ രണ്ടെണ്ണം വന്നല്ലോ, ആത്മാവും അറിവില്ലായ്മയും. ദ്വൈതം വന്നു. പിന്നെ നോക്കേണ്ട അവിടെ ദ്വൈതം വരുമോ എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു ഇവിടെ ആനയുടെ ഇല്ലായ്മയുണ്ട്. എന്താ ഇത്? നിങ്ങളിവിടെ ഇല്ലായ്മയെ കാണുന്നു, അതേ മേശയെ കാണുന്നു? മേശയും ഇല്ലായ്മയും രണ്ടിനെ കാണാൻ പറ്റത്തില്ല. പിന്നെന്താ ഇവിടെ കാണുന്നത്? മേശ. അപ്പൊ പിന്നെ ഇല്ലായ്മയെന്ന് പറയുന്നത് എന്ത്? ഈ മേശയെ തന്നെ. എന്തുകൊണ്ട് അതിനില്ലായ്മയെന്ന് പറഞ്ഞു? ആനയില്ലാത്തതുകൊണ്ട് തന്നെ. എന്നുവെച്ചാൽ മേശ മാത്രമേ ഉള്ളൂ എന്നല്ലേ ഉള്ളൂ അതിന്റെ അർത്ഥം. അല്ല ഇവിടെ ഇല്ലായ്മയെന്ന് പറയുന്ന ഒരു വസ്തുവിനെ മേശയിൽ നിന്ന് വേറിട്ട് ആർക്കെങ്കിലും കാണാൻ കഴിയും? ഉണ്ടെങ്കിൽ ശരി, ഇതായി മേശ പുറത്ത് പുസ്തകം ഇരിക്കുന്നു, അതുപോലെ ഇവിടെ ഇല്ലായ്മയിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമില്ല. അതുകൊണ്ട് ഇല്ലായ്മയെന്ന് കരുതുന്നത് വാസ്തവത്തിൽ മേശയെ തന്നെ. പക്ഷെ മേശയെന്ന് അറിയുന്നതിന് പകരം എന്ത് പറയുന്നു? അത് ഇല്ലായ്മയാണോ, അല്ലെങ്കിൽ അഭാവമാണോ, ആനയുടെ അഭാവമാണെന്ന് പറയും. അവിടെ ഈ അറിവിന്റെ അഭാവം എന്ന് പറയുന്ന സുഷുപ്തിയിൽ എന്താണ്? അറിവിന്റെ അഭാവം എന്ന് പറയുന്ന ആത്മാവ് തന്നെ. എന്നുവെച്ചാൽ അത് അറിവ് തന്നെയാണ്. സുഷുപ്തിയിൽ അറിവ് തന്നെയാണ്. അപ്പോൾ സുഷുപ്തിയിൽ അറിവില്ലായ്മ എന്ന് പറയുന്ന അറിവ് തന്നെയാണ്. അതിന് വൈരുദ്ധ്യം ഉണ്ടല്ലോ. അറിവില്ലായ്മ എങ്ങനെ അറിവാകും? അപ്പൊ സുഷുപ്തിയിലെ അറിവെന്ന് പറയുന്നത് നിരുപാധികമായ അറിവ്. സ്വാഭാവികമായ ഈ അറിവിന്റെ ഇല്ലായ്മ, അതാ അവിടെ ഉള്ളത്. അറിവില്ലായ്മയുടെ പേരാണ് അജ്ഞാനം. ഏത് പേരിൽ വേണോ പറയാം. അതിന് അറിവില്ലായ്മയെന്ന് പറഞ്ഞാലും ശരി, അജ്ഞാനമെന്ന് പറഞ്ഞാലും ശരി, അറിവെന്ന് പറഞ്ഞാലും ശരി. ഏതുപോലെ ഇവിടെ ഇല്ലായ്മയെന്ന് പറയാം, അല്ലെങ്കിൽ മേശയെന്നും പറയാം, രണ്ടും ഒന്ന് തന്നെ. അതുകൊണ്ട് ഇല്ലായ്മ കൊണ്ട് ഇവിടെ ദ്വിത്വം സംഭവിക്കുന്നുണ്ട്. മേശയിൽ നിന്ന് അന്യമായൊരു വസ്തു വരുന്നില്ല. അതുപോലെ അറിവില്ലായ്മ കൊണ്ട് ആത്മാവിൽ ദ്വിത്വം സംഭവിക്കുന്നില്ല. അത് നിരുപാധികമായ അറിവ് തന്നെയാണ്. അതാണ് സുഷുപ്തി. അത് അവിടെ നിന്ന് ജാഗ്രത ഉണ്ടാകുന്നു പറയുന്നു. അതിനെന്താ കാരണം പറഞ്ഞത്? അറിവില്ലായ്മ. അറിവില്ലായ്മ കൊണ്ട് ഈ ജാഗ്രത അനുഭവം ഉണ്ടാകുന്നു. ഇപ്പൊ സുഷുപ്തിയിൽ ശേഷിച്ചിരുന്ന എന്താണോ? അറിവില്ലായ്മ. അറിവില്ലായ്മ എന്താണ്? അത് അറിവ് തന്നെയാണ്, നിരുപാധികമായ അറിവ്. ശരി, അറിവിന്റെ സ്വഭാവം എന്താണ്? അത് നിരുപാധികമായിരിക്കുന്നു. അതിന് ഏത് സമയവും നിരുപാധികമായിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ അറിവിന് ഏത് സമയവും തുര്യനായിരിക്കാൻ കഴിയും. അത് അറിവിന്റെ വിശേഷതയാണ്. അതേസമയം അത് ഈ അവിദ്യാരൂപത്തിൽ ഇരിക്കാം. സ്വാഭാവികമായി ഇരിക്കാം. അപ്പം നിരുപാധികമായ അറിവിൽ നിന്ന് സ്വാഭാവികമായ അറിവുണ്ടാകും. ആ സ്വാഭാവികമായ അറിവുണ്ടാകുന്നതാണ് ജാഗ്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വപ്നം എന്ന് പറയുന്നത്. അതാണ്
പറയാം എന്താണ് ഈ ജാഗ്രത, അതായത് അനാത്മത്വം പരികല്പിതമെന്ന് കൂടെ പറഞ്ഞിരിക്കുന്നു. ഈ അനാത്മത്വ കൽപ്പന ഇത് അവിദ്യയാണ്, മിഥ്യാജ്ഞാനമാണെന്ന് ഒരു തരത്തിൽ പറയാം. ആണല്ലോ, ഇത് ശരിയായ ജ്ഞാനമാണോ? ഇത് താൻ സച്ചിദാനന്ദമായി അറിയേണ്ട സ്ഥാനത്ത് തന്നെ പുരുഷനായി കാണുക, സ്ത്രീയായി കാണുക, തദ്ധർമ്മങ്ങളോടുകൂടി കാണുക, ഇതൊക്കെ ശരിയായ അറിവാണ്. അല്ല, അതുകൊണ്ട് ഇത് മിഥ്യാജ്ഞാനം തന്നെയാണ്. ഈ മിഥ്യാജ്ഞാനത്തിന് എന്താ കാരണം? രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടാകുന്നതിന് എന്താ കാരണം? രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. ഇവിടെ ഈ മിഥ്യാജ്ഞാനം ഉണ്ടാകുന്നതിന് എന്താ കാരണം? അതുതന്നെയാണ് വാസ്തവത്തിൽ താനാരാണോ അറിവ് തനിക്ക് ഇല്ലാതിരിക്കും. രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലാത്തതുപോലെ തന്നെ തന്നെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കും. അപ്പോൾ തന്നെ കുറിച്ചുള്ള അറിവ്, ഒരു തരത്തിലുള്ള അറിവില്ലാതിരുന്ന സ്ഥാനമാണ് സുഷുപ്തി. അവിടെ കേവലമായ നിരുപാധികമായ ജ്ഞാനം മാത്രം ഉണ്ടായി. അവിടെ നിന്ന് ഈ മിഥ്യാജ്ഞാനം ഉണ്ടായി. അവിടെ ഒരു അറിവുമില്ലായിരുന്നു. അവിടെ കേവലമായ അറിവ് മാത്രമായിരുന്നു. അവിടെ നിന്ന് ഈ മിഥ്യാജ്ഞാനം, ജാഗ്രത സ്വപ്ന രൂപത്തിലുള്ള മിഥ്യാജ്ഞാനങ്ങളുണ്ടായി. അപ്പോൾ ഈ മിഥ്യാജ്ഞാനത്തിന് കാരണമായി, ഈ മിഥ്യാജ്ഞാന രൂപത്തിലുള്ള അവിദ്യക്ക് കാരണമായിരുന്ന എന്താണ്? എന്തുകൊണ്ടുണ്ടായി? അവിടെ അറിവില്ലാതിരുന്നാൽ ഒരു ജലത്തിൽ തരംഗം ഉണ്ടാകുന്നു. ആ തരംഗം ഉണ്ടായാൽ അത് വിലയിക്കുന്നു. ആ തരംഗം വീണ്ടും രണ്ടാമതൊരു തരംഗം ഉണ്ടാകുന്നു. ആദ്യം ഒരു തരംഗം ഉണ്ടായി, രണ്ടാമത് വിലയിച്ചു, മൂന്നാമതൊരു തരംഗം ഉണ്ടാകും. ആദ്യം ഒന്നുണ്ടായി, വിലയിച്ചു, രണ്ടാമതൊരു തരംഗം ഉണ്ടാകും. ഈ രണ്ടാമത്തെ ഈ തരംഗം ഉണ്ടാകുന്നതിന് ആദ്യത്തെ തരംഗത്തിന്റെ വിലയം നിശ്ചലാവസ്ഥ കാരണമാണ്. കാരണം ആ നിശ്ചലമായൊരവസ്ഥയിൽ നിന്നാണത് ഉണ്ടായത്. അല്ലേ? മണ്ണിൽ നിന്ന് പല ആകാരങ്ങളുണ്ടായാലും അതിന് കാരണം മണ്ണാണ്. മറ്റു പല കാരണങ്ങളുമുണ്ട്. കുലാലനുണ്ട്, വെള്ളമുണ്ട്, പലതുമുണ്ട്. പക്ഷെ മണ്ണ് കാരണമാണെന്നുള്ളത് നിഷേധിക്കാൻ വയ്യ. തരംഗത്തിന് കാരണം എന്താണ്? ആ തരംഗമില്ലാത്ത അവസ്ഥയാണ്, നിശ്ചലാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ നിശ്ചലാവസ്ഥയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നതെന്നാണ്. അത്രയേ ഉള്ളൂ അർത്ഥം. ആ നിശ്ചലാവസ്ഥയിൽ നിന്നും ഈ ദൃശ്യം ഉണ്ടാകുന്നു. ദൃശ്യരഹിതമായ അല്ലെങ്കിൽ മിഥ്യാജ്ഞാനരഹിതമായ, ഇതാണ് മിഥ്യാജ്ഞാനം. മിഥ്യാജ്ഞാനരഹിതമായ അല്ലെങ്കിൽ അവിദ്യ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന നിരുപാധികമായ അറിവിൽ നിന്ന്, അദ്വൈതമായ അറിവിൽ നിന്ന് ഇതുണ്ടാകും. ഇവിടെ പറയുന്നതായ അനാത്മത്വം പരികല്പിതം എന്നുവേണം ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടുത്തെ ഈ അറിവില്ലായ്മ അത് അറിവ് തന്നെയാണ്, നിരുപാധികമായ അതിൽ നിന്നുണ്ടാകും. ആ നിരുപാധികമായ അറിവ് അത് വേറൊരവസ്ഥ. സ്വാഭാവികമായ ഈ അറിവ് ഇത് രണ്ടാമതും ഒരവസ്ഥ. അങ്ങനെ രണ്ടവസ്ഥകളായിട്ടാണല്ലോ നമുക്ക് അനുഭവപ്പെടുന്നത്.
അതായത് നിശ്ചലമായ ജലം, തരംഗമായ രൂപത്തിലുള്ള ജലം, അതുപോലെ നിശ്ചലമായ നിരുപാധികമായ ജ്ഞാനം. ഇതിന് സ്വാഭാവികമായ മിഥ്യാജ്ഞാനം എന്ന് പറയും. ഇത് രണ്ടവസ്ഥകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്ന് പറയും. വാസ്തവത്തിൽ ഇവിടെ രണ്ടവസ്ഥയില്ല എന്നുള്ളതാണ്. പരമാർത്ഥത്തിൽ അങ്ങനെ രണ്ടവസ്ഥയില്ല. നിശ്ചലമായ, നമ്മൾ സാറിന് എന്താ പറയുന്നത്, ഈ അറിവൊന്നുമില്ലാത്ത നിരുപാധികമായ അവസ്ഥ സുഷുപ്തി. ഈ അറിവുകളെല്ലാം ഉണ്ട് ജാഗ്രത് എന്നാണ് നമ്മൾ സാറിന് പറയുന്നത്. പക്ഷെ അങ്ങനെ കൃത്യമായി വേർതിരിക്കത്തക്ക രണ്ടവസ്ഥയില്ല. എന്തുകൊണ്ടില്ല? ഈ അവസ്ഥയെന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മിഥ്യാജ്ഞാനത്തിലുള്ള ഈ അവസ്ഥയെന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ വിഷയമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ഞാനുണ്ട്, എന്റെ വിഷയങ്ങളുണ്ട്, എന്റെ ശരീരം ഉൾപ്പെടെയുള്ള മിഥ്യാജ്ഞാനമുണ്ട്, നാമരൂപാത്മകമായ പ്രപഞ്ചമുണ്ട്. ഇതൊക്കെ അറിവാണ്. ഈ അറിവിനെയാണ് നമ്മൾ അവസ്ഥയെന്ന് പറയുന്നത്, ജാഗ്രത അവസ്ഥ. അതുപോലെ മറ്റൊരറിവിനെയാണ് നമ്മൾ പറയുന്നത് സ്വപ്നാവസ്ഥ. ഈ അറിവിന് ആധാരമായിരിക്കുന്ന എന്താണ്? കാലവും ദേശവും. അത് അറിവ് തന്നെ സൃഷ്ടിക്കുന്നതാണ് കാലദേശങ്ങൾ. അറിവ് കാലദേശങ്ങളാകുന്നവയ ഉപാധികളെ സൃഷ്ടിച്ചിട്ടാണ് ഈ അവസ്ഥ ഇങ്ങനെ നമുക്കുണ്ടാക്കി കാണിക്കുന്നത്, ജാഗ്രത അവസ്ഥ. എവിടെയാണോ കാലദേശങ്ങളില്ലാത്തത്, എവിടെയാണോ ഇതൊരവസ്ഥ എന്ന് നമുക്കറിയാൻ വയ്യാത്ത, ഇപ്പൊ നമുക്ക് ധൈര്യമായിട്ടും പറയുന്നതാണ് ഇതൊരവസ്ഥയാണ് എന്ന് പറയാം. ഈ ജാഗ്രത ഏതൊരു സ്ഥിതിയിലാണോ അങ്ങനെ പറയാൻ കഴിയാത്തത്, ഏതൊരു സ്ഥിതിയിലാണോ കാലദേശങ്ങളെക്കുറിച്ച് ഒരു സ്ഫുരണവും ഉണ്ടാകാത്തത്, അതെങ്ങനെ അവസ്ഥയാകും? കാരണം അവസ്ഥയെന്ന് പറയണമെങ്കിൽ അവിടെ കാലദേശബോധം വരണം. അതിനെ തുടർന്നുള്ള നാമരൂപാത്മകമായ അനുഭവങ്ങൾ വരണം. ഏതൊരു സ്ഥലത്താണോ കാലദേശങ്ങളേ ഇല്ല, സുഷുപ്തിയിൽ കാലദേശങ്ങളുണ്ടോ? ഇല്ല. പിന്നെ അതെങ്ങനെ അവസ്ഥയാകുന്നത്? വിവേചിച്ച് നോക്കുന്ന ഒരാളുടെ അത് അവസ്ഥയല്ല. അതിനെന്താണ്? നിരുപാധികമായ അറിവ്, തുര്യൻ. അതാണ്. പിന്നെ എന്തിനതിനെ തുര്യനെന്ന് വിളിക്കുന്നത്? അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ തത്വത്തെ അറിയാത്ത ഒരുവൻ ചിന്തിക്കുമ്പോൾ അവൻ കരുതുന്നു ഇതൊരവസ്ഥയാണ്. ഇനി സുഷുപ്തി രണ്ടാമതൊരവസ്ഥ, സ്വപ്നം മൂന്നാമതൊരവസ്ഥ. ഇത് ഈ വിവേകമില്ലാത്തവൻ ചിന്തിച്ച് ധരിക്കുന്നതാണ് അങ്ങനെ മൂന്നവസ്ഥ. വിവേകമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നിൽ നിന്നും അന്യമായി ഇരിക്കുന്നതാണ്. എന്നുവെച്ചാൽ നിരുപാധികമായ രൂപം, അതാണ് തുര്യൻ. അതുകൊണ്ടാണ് അതിനെ നാലാമത്തതെന്ന് പറയുന്നത്. മാത്രമല്ല കരുതുന്നു എന്താണോ, ഇവിടെ അറിവുണ്ട്, അവിടെ അറിവില്ല. അപ്പോൾ അവിടെ അറിവില്ലായ്മ ഉണ്ടെന്ന് കരുതുന്നു. അറിവുള്ള ഈ ഒരവസ്ഥ. ഇനി മറ്റൊരു തരത്തിലുള്ള അറിവുള്ള സ്വപ്നാവസ്ഥ. ഇനി ഈ രണ്ടും അറിവില്ലാത്ത, എന്നുവെച്ചാൽ അറിവില്ലായ്മ ഉള്ള മൂന്നാമത്തെ അവസ്ഥ സുഷുപ്തി. ഈ മൂന്നിൽ നിന്നും വേറിട്ട് തുര്യൻ നാലാമത്തത്. അവിടെ ഈ നാലാമത്തതിലേക്ക് പോയിട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ അറിവുള്ള രണ്ടവസ്ഥകളും അറിവില്ലാത്ത ഒരവസ്ഥയെന്ന് പറയുമ്പോൾ അറിവില്ലായ്മയെ നമ്മൾ ഒരവസ്ഥയായി സ്വീകരിക്കുന്നു. അതിവിടെ ഇപ്പോൾ അറിവില്ലാത്തതുകൊണ്ട് അങ്ങനെ സ്വീകരിക്കുന്നു. അപ്പോൾ മൂന്നായി: അറിവുള്ള രണ്ടവസ്ഥ, അറിവില്ലാത്ത ഒരവസ്ഥ. ഈ മൂന്നിൽ നിന്നും വേറിട്ട് നാലാമത് വന്നു തുര്യൻ. അവിടെ ഈ തുര്യനെ നാലാമത് സ്വീകരിക്കേണ്ടി വരും. പശുവിന്റെ കാല് പോലെ 4 എന്ന് സ്വീകരിക്കേണ്ടി വരും.
ഇവിടെ എന്താ നമ്മളിപ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരവസ്ഥയല്ല, അത് നിരുപാധികമായ അറിവ് തന്നെയാണ്. അറിവിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. എന്താണ് അറിവില്ലായ്മ? അതിനെക്കുറിച്ച് ആ തത്വം മനസ്സിലാക്കാത്തിടത്തോളം കാലം പറയും. അപ്പോൾ അവിടെ വേറിട്ട് ഒരറിവില്ലായ്മയില്ല, ആ തുര്യനായ അറിവ് മാത്രം. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായ അറിവുള്ളൂ. അപ്പോൾ ഇവിടെ അവിദ്യ വന്നു. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഒരവസ്ഥയുണ്ട്. അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥ, അറിവുണ്ടെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരവസ്ഥയില്ല. അതൊരവസ്ഥയല്ല. അതെന്താണ്? അത് ആ തുരീയ സ്വരൂപമാണ്. ഒരവസ്ഥ. അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്, ഈ അറിവുള്ള അവസ്ഥ. ഇതവസ്ഥയാണ്. കാരണം അത് നമുക്ക് അനുഭവമാണല്ലോ, അറിവുള്ള അവസ്ഥ. അപ്പോൾ അവിദ്യാത്മകമായ ഈ അവസ്ഥ, അറിവുള്ള ഈ അവസ്ഥ പോലെ അറിവില്ലായ്മയുള്ള ഒരവസ്ഥ അങ്ങനെ ഒന്നില്ല. മറിച്ച് നിരുപാധികമായ അറിവ് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ, അറിയുന്നില്ല. അതുകൊണ്ട് സർപ്പഭ്രാന്തി ഉണ്ടാവണമെന്നില്ല. അത് മറ്റു പല നിമിത്തങ്ങളും കൂടെ വന്നാലേ സർപ്പഭ്രാന്തിയായി മാറും. അപ്പോൾ അറിവില്ലായ്മയെ കാരണമെന്ന് പറയാമോ? അറിവില്ലായ്മ ഒരു കാരണമാണ്, രജ്ജു ഒരു കാരണമാണ്, അത്രയേ ഉള്ളൂ. അതുപോലെ ഈ നിരുപാധികമായ ഈ അറിവ് അത് കാരണമാണ്. ഈ അറിവിന്, മിഥ്യാജ്ഞാനത്തിന്. ഇവിടെ പറയുന്നു അവിദ്യയായി, അവിദ്യ കൊണ്ടാണ് എന്നർത്ഥം. അവിടെ ഏത് അവിദ്യയാണ് കാരണമായിരിക്കുന്നത്? ഇത് സ്വയം അവിദ്യയാണ്. ഈ നാമരൂപാത്മകമായ ഈ അനുഭവവിദ്യയാണ്. പിന്നെ അവിടെ ഏത് അവിദ്യയാണ് കാരണമായി വന്നത്? അത് നമ്മൾ സാധാരണ നമുക്ക് തോന്നുന്ന എന്താണോ? ഗാഠമായ നിദ്ര, ഈ മിഥ്യാജ്ഞാനമില്ലാത്ത ഒരവസ്ഥ. അവിടെ ആ നിരുപാധികമായ ആത്മാവിനോട് ഒപ്പം ഒരു അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തു കൂടി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണക്കാക്കുന്നു. അത് സാധ്യമല്ല എന്നുകൊണ്ട് നിരുപാധികം എന്ന് പറഞ്ഞാൽ ഒരു ഉപാധിയില്ലാത്തതാണ്. ഒരു ഉപാധിയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ആ നിരുപാധിക സ്ഥിതിയിൽ നിന്ന് വേറിട്ടൊന്നിനും വരാൻ സാധ്യമല്ല. അവിദ്യയോ മായയോ ഒന്നും തന്നെ അവിടെ വരാൻ വഴിയില്ല. പിന്നെ അവിദ്യ കൊണ്ട് ഇതൊക്കെ കൽപ്പിച്ചു എന്ന് പറയുന്നത് എന്താ? രജ്ജുവിന്റെ അറിവില്ലായ്മ കൊണ്ട് സർപ്പഭ്രാന്തി ഉണ്ടായെന്ന് പറഞ്ഞാൽ രജ്ജുവിനോടൊപ്പം അറിവില്ലായ്മ വന്നിരുന്ന ഒരു സാധനം കൂടി അവിടെ ഇരുന്നു ഇല്ല. അത് വരുന്നില്ല. പിന്നെ അവിടെ നിരുപാധികമായ അറിവ് മാത്രം. അവിടെ ദ്വിത്വത്തെ സൃഷ്ടിക്കുന്നതിന് അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പദാർത്ഥമേ വരുന്നില്ല. അത് നിരുപാധികമായ അറിവ് ഒരു അവസ്ഥയുമാണ്. മറിച്ചത് സർവ അവസ്ഥകൾക്കും അതീതമായി നിൽക്കുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എല്ലാ അവസ്ഥകളും അതീതമായി സർവ ആധാരമായി നിൽക്കുകയാണ്. അതിൽ നിന്നും മാറി വരുന്നതാണ് ഇത്. അപ്പോൾ ഇതിന്റെ സൃഷ്ടിക്കാര ഉത്തരവാദി ആ അറിവ് തന്നെയാണ്, നിരുപാധികമായ അറിവ് തന്നെയാണ്. അറിവിന്റെ ഒരു വിലാസം.
അറിവിന്റെ ഒരു പ്രതിഭാസം, അതാണ് ഇത് സൃഷ്ടി. സുഷുപ്തിയിൽ അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ലാതിരിക്കുന്നു. ജാഗ്രതത്തിൽ അത് ഇത്തരം പ്രതിഭാസങ്ങളോട് കൂടിയിരിക്കുന്നു. അജ്ഞാനം കൊണ്ട് ഇതിനെയൊക്കെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നു. ഒന്ന് മനസ്സിലാക്കേണ്ടത്, അജ്ഞാനം എന്ന് പറയുന്നത് ആ ആധാരമല്ലാതെ രണ്ടാമതൊന്നല്ല, നിരുപാധികമായ അത് തന്നെയാണ്. അപ്പൊ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതോ അതിന്റെ തന്നെ വിലാസമാണ് സൃഷ്ടി. അതുതന്നെയാണ് ജാഗ്രതയായിട്ട് സ്വപ്നമായിട്ടും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് തന്നെ ആ നിശ്ചലമായ ജലം തന്നെ തരംഗമായി മാറുന്നു, വീണ്ടും നിശ്ചലമായ അവസ്ഥയെ പ്രാപിക്കുന്നു, വീണ്ടും തരംഗമായി മാറുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ തുര്യനിൽ നിന്നാണ് ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. ജാഗ്രത സ്വപ്ന എന്ന് പറയുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. ഇവിടെ രണ്ടവസ്ഥയുള്ളൂ, മൂന്നവസ്ഥയില്ല. എന്തുകൊണ്ടില്ല? കാലദേശങ്ങൾ, കാലദേശ പ്രതീതികൾ യാതൊന്നുമില്ല, നിരുപാധികമായിരിക്കുന്നുണ്ട്. അതിനെ ഒരവസ്ഥയിൽ നിർത്താൻ പറ്റില്ല. അത് തന്നെയാണ് ജാഗ്രത സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അസ്വരൂപസ്ഥിതിയെ നമ്മളൊരു പേരിൽ വിളിക്കുന്നു സുഷുപ്തി. അപ്പോൾ ഈ ജാഗ്രത സ്വപ്ന പ്രതീതികൾ അതിന്റെ വിലാസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതുകൊണ്ടെന്താ സംഭവിക്കുന്നത്? ഈ അനാത്മത്വം ഇങ്ങനെ പരികൽപ്പിക്കുമ്പോൾ അവിടെ സ്വസ്വരൂപത്തെ അറിയുന്നില്ല. സ്വസ്വരൂപത്തെ അറിയാത്തതുകൊണ്ട് ഇത് നിലനിൽക്കുന്നു എന്ന് പറയുന്നു. സ്വസ്വരൂപത്തെ അറിയാത്തതുകൊണ്ടാണ് ഈ ജാഗ്രത സ്വപ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. സ്വസ്വരൂപത്തെക്കുറിച്ച് എന്താണിത്? നിരുപാധികമാണ് എന്നുള്ള അറിവുണ്ടായ ജാഗ്രത സ്വപ്നങ്ങൾക്ക് ആധാരവും ജാഗ്രത സ്വപ്നങ്ങൾക്ക് അതീതവുമായിരിക്കുന്ന നിരുപാധികമായ തത്വമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥത ആത്മബോധേന ആത്മീയബോധി കസിച്ചു. അനാത്മാവായി പിന്നെ ഒന്നുമില്ല, എല്ലാം ആത്മാവ് തന്നെയാണ്. പിന്നെ അവിദ്യ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നത് ചോദ്യം ശേഷിക്കും. അവിദ്യ സൃഷ്ടിക്കുന്നു എന്ന് പറയും. അവിദ്യ എന്ന് പറയുന്നത് മനസ്സിലായി എന്താണോ? ആ നിരുപാധികമായ സ്വരൂപം മാത്രമാണ്. അപ്പൊ അതെങ്ങനെ സൃഷ്ടിക്കും? ബാഹ്യമായ ഒന്നിനെ അത് ആശ്രയിക്കുന്നില്ല, അന്യമായ ഒന്നിനെ. അത് പറയുന്നത് തദൈക്ഷത ബഹുസ്യാം പ്രജായ, അത് സ്വയം സങ്കല്പിച്ചു. താൻ പലതായിത്തീരുന്നു. അത് സ്വയം അറിവാണ്. അറിവിന് അങ്ങനെ സങ്കല്പം ഉണ്ടാക്കാമല്ല. അപ്പോൾ തുര്യനായിരിക്കുന്ന അറിവ്
അത് സങ്കല്പിക്കുന്നതാണ് ഈ ജാഗ്രത സ്വപ്നങ്ങൾ. തുര്യനായിരിക്കുന്ന അറിവ് സങ്കല്പിക്കുന്നു. അജ്ഞാനം കൊണ്ടാണെന്ന് പറയുന്നു, അവിദ്യ. കാരണം ഈ സങ്കല്പങ്ങൾ, ഈ തുര്യൻ അവന്റെ സ്വരൂപത്തെ മനസ്സിലാക്കിയാൽ പിന്നെ നിലനിൽക്കുന്നില്ല. ഒന്ന്, ഈ അറിവുകളൊന്നും ഉണ്ടാകാതിരിക്കാം. അതിനെ പറയുന്നത് നിത്യനിർവൃത്തി എന്ന് പറയുന്നു. ഒരു സങ്കല്പം ഉണ്ടാകുന്നില്ല. അവിടെ നിത്യനിവൃതനായിരിക്കുന്നു, അത്യന്ത സുഖാലുവായിരിക്കുന്നു. അതാണ് സുഹൃത്തിയിലെ സുഖം എന്ന് പറയുന്നത്. പെട്ടെന്ന് അത് തന്നെ ഈ അവിദ്യാത്മകമായ അനുഭവത്തിലേക്ക് വരുന്നത് അത് തന്നെയാണ്. രണ്ടാമതൊന്നില്ല വരെ. അതിന് പലതായിത്തീരാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ചികിത്സ വേണം, മരുന്ന് വേണം, നല്ല മാറും. അപ്പൊ ഇവിടെ എന്താ മരുന്ന്? അറിവ്. ആ അറിവ് കൊണ്ട് ഇത് മാറുന്നു. നാമരൂപാത്മകമായ അറിവ് മാറുന്നു. ശരീരസംബന്ധിയായ അറിവുകൾ മാറുന്നു. അതിവിടെ സംഭവിക്കും. ഇവിടെയാണ് അറിവ് വരേണ്ടത്, ഇവിടെയാണ് അറിവില്ലായ്മ മാറേണ്ടത്. എങ്ങനെയുള്ള ഒരു തന്നെക്കുറിച്ചുള്ള പരമാർത്ഥ ജ്ഞാനം ഉണ്ടാവും. പരമാർത്ഥത്തിൽ താൻ എന്താണ്? നിരുപാധികമായ അറിവാണ്. ഈ കാണുന്ന നാമരൂപാത്മകമായ ഇത് അതിന്റെ തത്വം ബോധിക്കുന്നു. അപ്പോൾ ജാഗ്രതയിൽ ആ തത്വബോധം വരുന്നു. സുഹൃത്തി സഹജമായി ഈ അറിവില്ലാതാകുന്നു. അവിടെ തത്വബോധം കൊണ്ട് ഇതിനെ ഇല്ലാതാക്കുന്നില്ല. ജാഗ്രതയിൽ തത്വബോധം കൊണ്ട് ഇതിനെ ഇല്ലാതാക്കുന്നു. തത്വബോധം കൊണ്ട് ഇതിനുള്ള യഥാർത്ഥമായ ബോധത്തെ ഇല്ലാതാക്കുന്നു. ഇത് അന്യമാണ്, നാമരൂപാത്മകമാണ്, ഇതാണ് സൃഷ്ടി സംഹാരങ്ങൾ. ഇങ്ങനെയൊക്കെ വരുന്ന ഈ ബോധത്തെ ഇല്ലാതാക്കുന്നു. അതിന് ജാഗ്രത വേണം. സുഹൃത്തിയിൽ അറിവേ ഇല്ല, അതുകൊണ്ട് അവിടെ ഒന്നും നടക്കത്തില്ല. അപ്പൊ അവിദ്യ കൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നതിന് താല്പര്യതാണ്. അറിവില്ലായ്മ നിരുപാധികമായ അറിവ് തന്നെയാണ് അറിവില്ലായ്മ. ആ ഒരവസ്ഥയിലായിരുന്നു. ആ ഒരവസ്ഥയിൽ എപ്പോഴും ആണ്, ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെ. അവിടെ നിന്ന് ഇതുണ്ടാകുന്നു. ഇതിന് പ്രതിവിധി ആ തന്റെ നിരുപാധികമായ അവസ്ഥയെക്കുറിച്ചുള്ള അറിവാണ്. വേറെ പ്രതിവിധിയൊന്നുമില്ല. അറിവെങ്ങനെ ആത്മവ്യതിരേകേണ നകിഞ്ച്, ആത്മവ്യതിരിക്തമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ള അറിവ്. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒന്നിന്റെ കാര്യമാണ്. അവിദ്യ എന്ന് പറയുന്ന ഒന്ന് ഈ പ്രതീതി തന്നെയാണ് അവിദ്യ. ഇതിനെ മിഥ്യാജ്ഞാനം പറയും. ഇതിന് കാരണമായിരിക്കുന്ന അവിദ്യ എന്ന് പറയുന്നത്. കേവലം അറിവില്ലായ്മയാണ്.
അറിവില്ലായ്മ എവിടെ നിലനിൽക്കുന്നു അത് വ്യക്തമാകുന്നത് സുഷുപ്തിയിലാണ്. അറിവില്ലായ്മ അവിടെ എങ്ങനെ നിലനിൽക്കുന്നു? അറിവായിട്ട് നിരുപാധികമായ അറിവായി നിൽക്കുന്നു. അത് പ്രത്യേകിച്ചൊരവസ്ഥയല്ല, ജാഗ്രത സ്വപ്നം പോലെ ഒരവസ്ഥയല്ല, അവസ്ഥയെന്ന് കൽപ്പിക്കുന്നുണ്ടല്ലോ. മറിച്ച് തുര്യനാണ്. ആ തുര്യന്റെ തന്നെ ഒരു വിലാസമാണ്. നിശ്ചലമായ ഇതിൽ നിന്ന് എങ്ങനെയാണോ തരംഗം ഉണ്ടാകുന്നത് അതുപോലെ ഉണ്ടാകുന്ന ഒരു തരംഗമാണ് ഈ ജാഗ്രത. അത് അതിൽ നിന്ന് സംഭവിക്കാം. അത് അറിവിന്റെ തന്നെ സാമർഥ്യമാണ്. അറിവിന് അതിന് ശേഷിയുണ്ട്. അറിവിന് പലതാകുന്നതിന് ശേഷിയുണ്ട്. അതുകൊണ്ട് അറിവിന്റെ ഒരു സാമർഥ്യമാണ്. അതിന് അറിവിൽ നിന്ന് അന്യമായ ഒന്നിന്റെ ആവശ്യമില്ല. അറിവിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നേ ഉള്ളൂ. വെളിച്ചത്തിൽ നിന്ന് വിരുദ്ധമായ അന്യമായത് ഒന്നേ ഉള്ളൂ, ഇരുള്. മറ്റൊന്നുമില്ല. വിരുദ്ധമായത് അതൊരിക്കലും വെളിച്ചത്തിൽ നിൽക്കത്തില്ല. അതിന്റെ പൂർണ്ണ രൂപത്തിൽ അതിന് വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കാൻ വയ്യ. അപ്പൊ വെളിച്ചത്തിൽ പിന്നെ എവിടെ ഇല്ല. അതുകൊണ്ട് ഈ നിരുപാധികമായ അറിവില്ലായ്മ ഇല്ല നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള. എന്നാൽ ഇത് സ്വയം ഈ പറയുന്ന ജാഗ്രതയായി മാറുന്നു. തരംഗമായി മാറുന്നത് ജലം തന്നെയാണ്. ജാഗ്രതയായി മാറുന്നത് ഈ തുര്യൻ തന്നെയാണ്. അപ്പോൾ തുര്യ അനുഭവത്തിന് പകരം ജാഗ്രത അനുഭവമാണ്. തുര്യാനുഭവം എന്ന് വെച്ചാൽ തുര്യനായിരിക്കുന്ന അനുഭവം. അത് പോയിട്ട് അല്ലാതെ തുര്യാനുഭവം ഇല്ല. തുര്യ സ്വയം അനുഭവ രൂപമാണ്. അത് വിട്ടിട്ട് ഈ ജാഗ്രത അനുഭവമാണ്. ഇതിന് വേറെ ഒരു അവിദ്യ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. അദ്വൈതമാണ്. തുര്യയിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. അദ്വൈതത്തിൽ എങ്ങനെ ആത്മാവും അവിദ്യയും രണ്ടു വരുന്നതെങ്ങനെ സാധിക്കത്തില്ല. അത് തന്നെയാണ് ഇതായിരിക്കുന്നത്. അപ്പോൾ തുര്യന്റെ രണ്ടവസ്ഥ. ഒന്ന് ഇതൊന്നും ഇതെല്ലാം വിട്ടിട്ടിരിക്കുക, മറ്റൊന്ന് ഇതായിരിക്കുക. ഇതെല്ലാം വിട്ടിട്ടിരിക്കുന്ന സുഷുപ്തി, ഇതായിട്ടിരിക്കുന്ന ജാഗ്രത. രണ്ടുപേരും തുര്യം തന്നെ. അപ്പൊ ജാഗ്രതയിലൊരു നിരുപാധിക രൂപം, സുഷുപ്തിയിൽ മറ്റൊരു നിരുപാധിക രൂപം എന്നും പറയാൻ കഴിയും. ഒരേ ഒരു രൂപം തന്നെ ജാഗ്രതത്തിനും സുഷുപ്തിയിലും. തുര്യയിൽ നിന്ന് അന്യമായൊരു അവിദ്യമല്ല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക. അപ്പോ തത്വജ്ഞാനം അത് അവിദ്യയെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താ? ഈ അല അടങ്ങുന്ന എവിടേക്കാ? കടലിലേക്ക് തന്നെ. ആ അല കടലിനോട് ഏകീഭവിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. അതിനടങ്ങല്ല, അതിന് വേറെ പോകാനിടവില്ല. അപ്പോൾ തുര്യയിൽ നിന്ന് വന്നത് തുര്യയിലേക്ക് തന്നെ വിലയിക്കുന്നു, അവസാനിക്കുന്നു. വേറെ പോകാനുള്ളതില്ല. ആ തുര്യന്റെ തന്നെ വിലാസമാണ്. ഈ മിഥ്യാജ്ഞാനം എങ്കിൽ ഈ മിഥ്യാജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ആ ജ്ഞാനം തുര്യയിൽ നിന്ന് തന്നെ വരണം. ഈ മിഥ്യാജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം. അപ്പോൾ തുര്യയിൽ നിന്ന് ആ ജ്ഞാനം വരും. ആ ജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ്? മിഥ്യാജ്ഞാനത്തെ ഇല്ലാതാക്കുക. ഈ മിഥ്യാജ്ഞാനത്തെ. ഈ മിഥ്യാജ്ഞാനം എന്തുകൊണ്ട് നിൽക്കുന്നു? അറിവില്ലായ്മ കൊണ്ട്.
തുരിയിൽ നിന്ന് വരുന്ന ആ ജ്ഞാനം ആ അറിവില്ലായ്മ ഇല്ലാതാക്കുന്നു. ഈ മിഥ്യാജ്ഞാനം പോയി. വെളിച്ചം വന്ന് വിരള് പോയി. അപ്പൊ പിന്നെ പ്രപഞ്ചാനുഭവം പറയുന്നു. സർവം ആത്മൈവ ഭവതി എന്നുവെച്ചാൽ അനാത്മാ കസ്സി. അതാണ് പ്രപഞ്ചാനുഭവം. അനാത്മാവായി പിന്നെ ശേഷിക്കുന്നില്ല. അപ്പോ തുര്യനിൽ നിന്നും വേറിട്ട് അജ്ഞാനമില്ല, തുര്യനിൽ നിന്നും വേറിട്ട് മിഥ്യാജ്ഞാനമില്ല, രണ്ടുമില്ല. അതാണ് എല്ലാ ഉദാഹരണവും പറയുന്നത്. ജലത്തിൽ നിന്ന് വേറിട്ട് തരംഗമില്ല എന്ന് പറയുന്നതുമില്ല. ആ തരംഗം ജലത്തിലേക്ക് തന്നെ അമരുകയാണ്. വേറിടത്തേക്ക് അവന് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ മിഥ്യാജ്ഞാനം എവിടെ നിന്നാണോ ഉയർന്ന് അവിടെ തന്നെ അത് ഇല്ലാതാകുന്നു. അതിന് സഹായിക്കുന്നതാണ് വിദ്യ എന്ന് പറയുന്നത്. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം. ആ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം എവിടെ പ്രകടമാകണം എന്നാണ് പറയുന്നത്. അത് സുഷുപ്തിയിലല്ല. കാരണം അത് തുര്യനാണ്. അവിടെ ഇതൊന്നും സംഭവിച്ചില്ല. അവിടെ മിഥ്യാജ്ഞാനമോ സംസാരമോ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. പിന്നെ എപ്പോഴാണ് ഈ തുര്യനിൽ നിന്നും ഇങ്ങനൊന്ന് സംഭവിച്ചത്? ഈ കാലദേശബോധങ്ങളുണ്ടായത്, അതിനെ തുടർന്ന് ഈ മിഥ്യാജ്ഞാനം ഉണ്ടായത്. ഈ ജാഗ്രതത്തിലാണ്. ഇവിടെയാണ് അത് നശിക്കേണ്ടത്. ജ്ഞാനം കൊണ്ട് ആ മിഥ്യാജ്ഞാനത്തെ ഇല്ലാതാക്കേണ്ടത് ഇവിടെയാണ്, സുഷുപ്തിയിലല്ല. എന്നാൽ അത് തന്നെ ഇവിടെയും നിൽക്കുന്നു, ഒരു മാറ്റമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ഒരാൾക്ക് തുര്യനായിരിക്കാൻ കഴിയുന്നു. തുര്യനായിരിക്കുക എന്ന് വെച്ചാൽ സർവത്തെയും ആത്മാവായി തന്നെ കാണുക. അല്ലാതെ തുര്യനായിരിക്കുക എന്ന് പറയുന്നത് വേറെ അർത്ഥമില്ല. സർവവും ആത്മാവാണെന്നുള്ള ബോധം, അതിൽ തുര്യനായിരിക്കുന്നു. ഇവിടെയും പറയുന്നത് എന്താണ്? അനാത്മാ സൻ സർവം ആത്മീയ ഭവതി കസ്യചിത്. അത് അനാത്മാവായിരുന്നുകൊണ്ടല്ല, ആത്മാവായിരുന്നുകൊണ്ട് തന്നെ, താനായിരുന്നുകൊണ്ട് തന്നെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഈ തുര്യനിൽ നിന്നും വേറിട്ട് അജ്ഞാനം അവിദ്യ എന്ന് പറയുന്ന ഒന്നില്ല. വേറിട്ട് അത് ഒരിടത്തുമില്ല. ജാഗ്രതത്തിലുമില്ല, സ്വപ്നത്തിലുമില്ല, ഒരിടത്തുമില്ല, സുഷുപ്തിയിലും. ആ തുര്യൻ തന്നെയാണ് നിരുപാധികനായും സോപാധികനായും ഇരിക്കുന്നത്. സോപാധികമായിരിക്കുന്നത് ജാഗ്രത സ്വപ്നങ്ങളെന്ന് പറയും. ഈ പ്രതീതി ഇല്ലാതാക്കുന്നതിന് ഇവിടെ എന്തെല്ലാം തകരാറുകളൊന്നോ അതെല്ലാം പരിഹരിക്കേണ്ടത് ഈ തുര്യന്റെ തന്നെ ജോലിയാണ്. അതിനവിടെ നിന്ന് ഉണ്ടാകുന്നതാണ് ജ്ഞാനം. തുര്യൻ തന്നെ അങ്ങനെ മാറുന്നു. എന്നാലും രണ്ട് തമ്മിൽ വ്യത്യാസമില്ലേ? ഈ സുഷുപ്തിയും ജാഗ്രതയും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ കൊണ്ടുള്ള വ്യത്യാസമാണ്, വേറൊന്നുമില്ല. തുര്യനാണ് ഇവിടെ ആത്മാവെന്ന് പറഞ്ഞു. ഇവിടെ എന്താ പറഞ്ഞത്? ആത്മത്വാദേവ സർവസ്യ, തുര്യനെന്ന് പറയുന്നു. ആ തുര്യനാണ് സർവവും എന്നുള്ള ബോധമുള്ളവൻ. ഇവിടെ കുഴപ്പമൊന്നുമില്ല. ആ തുര്യനാണല്ലോ ഇവിടെ നിൽക്കുന്നത്.
തുര്യനാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ പിന്നെ എന്തായി മിഥ്യാജ്ഞാനം? അതാ പറഞ്ഞു ബോധമില്ലാത്തതുകൊണ്ട്. ബോധമില്ലാത്തതുകൊണ്ട് നിൽക്കുന്നു. ബോധം വന്നാൽ ഇതില്ല, തത്വത്തിലില്ല എന്നർത്ഥം. ഇല്ലാന്ന് വെച്ചാൽ ഇവിടെ മാഞ്ഞു പോകുന്നതോ ലയിക്കുന്നതൊന്നുമല്ല, തത്വത്തിലില്ല. അതത്വത്തിലിതുണ്ട്, തത്വത്തിലില്ല. അപ്പൊ എല്ലാം ഇവിടെയാ, പ്രശ്നങ്ങളല്ല. പരിഹാരം ഇവിടെ തന്നെ. അതാണ് പറയുന്നത്. അജ്ഞാനം എന്ന് പറയുന്ന മറ്റ് ഒന്നില്ല, ജ്ഞാനം എന്ന് പറയുന്ന വേറിട്ടില്ല. എന്നാൽ ഈ തുര്യൻ നിരുപാധികവും സ്വാഭാവികവും എന്ന് പറയുന്നൊരു രണ്ട് ഭാവം ഉണ്ടാകുന്നു. ആ സ്വാഭാവികമായ ഭാവത്തിൽ അജ്ഞാനം ജ്ഞാനം രണ്ടിനും നിലയുണ്ട്. നിരുപാധിക ഭാവത്തിലുണ്ട്. അറിവില്ല എന്നുള്ള അനുഭവമുണ്ട്, അറിവില്ലായ്മ മാറുന്നതായ അനുഭവമുണ്ട്, ഇരുളിന്റെ അനുഭവമുണ്ട്, വെളിച്ചം കൊണ്ടുള്ള മാറുന്ന അനുഭവമുണ്ട്. അതുപോലെ രണ്ടനുഭവമുണ്ട്. അതൊരു ഈ ജാഗ്രതത്തിൽ രണ്ടനുഭവം. ഒന്ന് തന്നെ അറിയാതിരിക്കുക, തന്റെ സ്വരൂപത്തെ അറിയാതിരിക്കുക. മറ്റൊന്ന് തന്റെ സ്വരൂപത്തെ അറിയുക. സ്വരൂപത്തെ അറിയാതിരിക്കുന്നതാണ് സുഷുപ്തി. സ്വരൂപത്തെ അറിയുന്നത് ജാഗ്രത എന്നതാണെന്ന് അറിയുന്നു. അജ്ഞാനം കൊണ്ടുണ്ടായി ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം? അവിദ്യ കൊണ്ട് ഇതൊക്കെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? നമ്മൾ ധരിച്ചു എന്താണ് ഇവിടെ രണ്ടവസ്ഥയില്ലെന്ന് പറഞ്ഞാൽ സുഷുപ്തി ഒരു പ്രത്യേക അവസ്ഥയാണ്, ജാഗ്രത വേറൊരു അവസ്ഥയാണെന്ന് നമ്മൾ ധരിച്ച സ്ഥൂലമായി അങ്ങനെയൊക്കെ പറയും. അതൊക്കെ സ്ഥൂലമായിട്ട് അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രത ഉണ്ടായി എന്ന് വരും. സുഷുപ്തി എന്ന് പറയുന്ന ഒരേ അവസ്ഥയിൽ നിന്ന് ജാഗ്രത എന്ന് പറയുന്ന മറ്റൊരവസ്ഥയുണ്ടായി. അങ്ങനെ ഉണ്ടാകുന്നതിന് സുഷുപ്തിയിലൊരു കാരണം വേണമെന്ന് പറയും. അങ്ങനെ കൽപ്പിക്കും. സുഷുപ്തി ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു, അവിടെ നിന്ന് ജാഗ്രത എന്ന് പറയുന്ന മറ്റൊരവസ്ഥയുണ്ടായി. സുഷുപ്തിയും ജാഗ്രത രണ്ടും തുര്യനാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ രണ്ടവസ്ഥയില്ല, ഒന്നേ ഉള്ളൂ. ഇപ്പൊ ജാഗ്രതത്തിന് വേറൊരു കാരണത്തിന്റെ ആവശ്യമില്ല. സുഷുപ്തി വേറൊരു കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ജാഗ്രതത്തിന് കാരണമായ മറ്റെന്തോ ഒന്നുകൂടി ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പറയുന്നത്. നിരുപാധികത്തിൽ നിന്ന് സ്വാഭാവികം എങ്ങനെ വന്നു എന്ന് ചോദിക്കും. എന്തുകൊണ്ട്? സുഷുപ്തി നിരുപാധികമായി, ജാഗ്രത സ്വാഭാവികമായി, രണ്ടവസ്ഥകളാണ്. അപ്പോൾ ആ നിരുപാധികത്തിൽ നിന്ന് സ്വാഭാവികമായി വരാൻ ഇടയ്ക്ക് എന്തെങ്കിലും വേണം. അജ്ഞാനം എന്ന് പറയുന്ന മൂന്നാമതൊരു വസ്തുവിനെ സ്വീകരിക്കുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അത് തന്നെയാണ് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ ഒരേ തുര്യൻ തന്നെ. അപ്പോൾ ഇവിടെ ജാഗ്രതയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോവുകയും സുഷുപ്തിയിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്യുന്നില്ല. മറിച്ച് ഒരേ തുര്യൻ തന്നെ ഈ മിഥ്യാജ്ഞാനം ഇല്ലാതിരിക്കുന്നു. ഏത്? ഈ നാനാത്വബോധം ഇല്ലാതിരിക്കുമ്പോൾ അതിനെ പറയുന്നു സുഷുപ്തി. അത് അവസ്ഥയല്ല, അത് തുര്യനാണ്. ഇനി അത് തന്നെ അതതിന്റെ സ്വഭാവം നിരുപാധികമായിരിക്കും. അതാണ് അതിന്റെ സ്വരൂപം. അതിൽ തന്നെ അവിദ്യ വിലാസം ഉണ്ടാകുന്നു. അത് അതിൽ നിന്നോ അന്യമായ ഒന്നല്ല. അതിൽ നിന്ന് തന്നെ വരുന്നതാണ് ഈ അവിദ്യകൾ, ഈ പറയുന്ന മിഥ്യാജ്ഞാനം. ഇതിനൊരു കാരണം വേണം, തീർച്ചയായിട്ടും വേണം. എന്താണ് ആ കാരണം എന്ന് പറയുന്നത്? നമുക്കറിയാം, അജ്ഞാനം കൊണ്ട്. എന്താ അജ്ഞാനം? അത് അവിടെയാണ് മനസ്സിലാക്കുക. അത് തുര്യനിൽ നിന്ന് അന്യമായ ഒന്നല്ല, തുര്യൻ തന്നെയാണ്.
അതിനാണ് നേരത്തെ ഉദാഹരണം പറഞ്ഞത്. ഇവിടുത്തെ ഇല്ലായ്മ എന്ന് പറയുന്നത് മേശ തന്നെയാണ്. അജ്ഞാനം എന്ന് പറയുന്നത് തുര്യൻ തന്നെയാണ്. അതിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം അതെന്താ അങ്ങനെ? അതും ഒരു ഭാവം. ഈ മേശയുടെ പുറത്ത് എന്തെങ്കിലും ഇരുന്നാൽ ഇതിനൊരു ഭാവം, എടുത്തു മാറ്റിയാൽ മറ്റൊരു ഭാവം. പക്ഷെ വസ്തു ഒന്ന് തന്നെ. അതുപോലെ തുര്യൻ ഏകനാണ്. ജാഗ്രത എന്ന് പറയുന്ന ഒരു ഭാവം വരുന്നു. ഇതെല്ലാം വരുന്നു. അപ്പോൾ ഇത് ബുദ്ധിമുട്ടാകും. സംസാരമെന്ന് വരുന്നു, ജനന മരണമെന്ന് പറയുന്നു, ബന്ധമോക്ഷമെന്ന് പറയുന്നു. അതിനെല്ലാം പരിഹാരമായിട്ട് പറയുന്നു. അല്ല, തുര്യന് നിശ്ചലമായിരിക്കാമെങ്കിൽ, ഇനി ഈ അവിദ്യാത്മകമായിരിക്കാമെങ്കിൽ തുര്യന് ജ്ഞാനരൂപത്തിലും വരാം. അത് ജ്ഞാനമായും പ്രകാശിക്കാം. അത് ജ്ഞാനമായി പ്രകാശിക്കും. ഇത് പോകുന്നു, ഈ അവിദ്യ പോകുന്നു. അപ്പോൾ അവിടെ അജ്ഞാനം നശിച്ചു എന്ന് പറയുന്നു. എന്തജ്ഞാനം നശിച്ചത്? ഈ അവിദ്യാത്മകമായിരിക്കുമ്പോൾ ആ തുര്യൻ തന്റെ നിരുപാധികമായ രൂപത്തെ കുറിച്ച് അവന് ബോധമുണ്ട്. നിരുപാധികമായിരിക്കുമ്പോഴും ബോധമില്ല. അവിടെ ബോധം ഉണ്ടാകാൻ വഴിയില്ല. ഇതിന്റെ ബോധം എപ്പോൾ ഉണ്ടാകണം? ഇവിടെ ഈ സ്വാഭാവികമായ ഈ അവിദ്യാത്മകമായ ഭാവം വരുമ്പോൾ ആ തുര്യനിൽ തന്നെ ബോധമുണ്ടാകുന്നു. അതാണ് പറയുന്നത്, വിദ്യയും അവിദ്യയും ഒരുപോലെയാണ്. രണ്ടു വശങ്ങളാണ്, രണ്ടും ഒന്നാണല്ലോ. ആ ബോധം വരുന്നു. ബോധം വരുമ്പോൾ ഈ സംസാരഭാവത്തിന് നാശം വരുന്നു. ആ ബോധത്തിന് തത്വബോധം അല്ലെങ്കിൽ വിദ്യ എന്ന് പറയുന്നു. അത് എന്താണ്? തന്റെ സ്വരൂപം നിരുപാധികമാണെന്നറിയുന്നു. അറിവിൽ മിഥ്യാജ്ഞാനം ഇല്ലാതാവുന്നു. അല്ലെങ്കിൽ ആ മിഥ്യാജ്ഞാനത്തിന്റെ തത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നു. രജ്ജുവിന്റെ ബോധം വരുമ്പോൾ സർപ്പഭ്രാന്തി പോകുന്നു. അല്ലെങ്കിൽ മരീചികയിൽ മരുഭൂമിയുടെ ജലത്തിൽ പ്രകാശത്തിന്റെ ബോധം വരുമ്പോൾ ജലത്തിന്റെ തത്വം എന്താണെന്ന് ഗ്രഹിക്കുന്നു. അത് വരുന്നു. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മവ്യതിരേകേണ കിഞ്ചിത് നാസ്തി. ഇത് ഈ ബോധം ആ തുര്യനായിരിക്കുന്ന തന്നിൽ നിന്ന്, അത് തന്നെയാണ് സർവപ്രപഞ്ചവുമായിരിക്കുന്നത് ആയത്. അതാണ് സ്വർണം തന്നെയാണ് ആഭരണമായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ വേറിട്ട് ആഭരണമില്ല. അപ്പൊ സർവവും പ്രപഞ്ചമായിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ പ്രപഞ്ചം ശ്രദ്ധിക്കുന്നത് വേറിട്ട് ശ്രദ്ധിക്കുന്നില്ല. സ്വസത്തയിൽ നിന്ന് അന്യമായി ശ്രദ്ധിക്കുന്നില്ല. നാമരൂപം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നാമരൂപ വ്യവഹാരങ്ങൾ നടന്നാലും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. തുര്യനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിലും വ്യത്യാസമില്ല. നിരുപാധികമായി സുഷുപ്തിയിലിരുന്നാലും സ്വാഭാവികമായി ജാഗ്രത സ്വപ്നങ്ങളിലിരുന്നാലും അതിന് വ്യത്യാസമൊന്നുമില്ല. സുവർണത്തിന് വ്യത്യാസമില്ലല്ലോ. ഏത് രീതിയിലും അതത് തന്നെ. ഇവിടെ വിശേഷിച്ചെന്നുണ്ടാകുന്നു ആ തുര്യനിൽ ഇങ്ങനെ ഒരു മിഥ്യാജ്ഞാനം ഉണ്ടായതുകൊണ്ട് അതിനില്ലാതാകുന്ന വിദ്യ ഉണ്ടാകുന്നു. അതും അവിടെ തന്നെ ഉണ്ടാകും. ആ മിഥ്യാജ്ഞാനത്തെ അത് നശിപ്പിക്കുന്നു. ഈ മിഥ്യാജ്ഞാനം നശിച്ചു എന്ന് പറയുന്ന അജ്ഞാനം ഏതാ? അത് ചോദിക്കുന്നില്ല. കാരണം സുഹൃത്തിയിൽ കേവല തുര്യനാണ്, അവിടെ ഒരു അജ്ഞാനമില്ല. ഇവിടെ എന്താണ്? ഈ മിഥ്യാജ്ഞാനമാണ്, നാനാത്വജ്ഞാനം. ഈ നാനാത്വജ്ഞാനം ഉള്ളതുകൊണ്ട് ചോദിക്കുന്ന ഒരാളാണ്, നീ തുര്യനാണെന്ന് അറിയുന്നുണ്ടോ? അറിയുന്നില്ല. ഈ അറിവില്ലായ്മ ഇവിടെ ഈ ജാഗ്രതയുള്ള അറിവില്ലായ്മ ഇവിടെയാണ് അത് നിൽക്കുന്നത്. അത് ഇവിടെ തന്നെ ഉണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് അതില്ലാതാകും.
അതാണ്. അല്ല സുഷുപ്തിയിലുള്ള അജ്ഞാനമല്ല നശിക്കുന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമുള്ള അജ്ഞാനമല്ല നശിക്കുന്നു. അവിടെയെങ്കിലും നശിക്കാനായിട്ടൊന്നുമില്ല. ഇവിടെ അതേ തുര്യനാണല്ലോ ഇവിടെ. ഇവിടെ തുര്യന്റെ അജ്ഞാനമുണ്ടോ? ഇല്ല. പിന്നെ മിഥ്യാജ്ഞാനത്തിന്റെ ഏതാണോ തലം, ആ തലത്തിലാണ് അജ്ഞാനം നിൽക്കുന്നത്. രണ്ട് സമാനമായ സ്വഭാവമാണ്. വിദ്യയും അവിദ്യയും ഒരുപോലെ എന്ന് പറയുന്നതാണ്. ഇവിടെ ഈ മിഥ്യാജ്ഞാനത്തിന്റെ തലം അതാണ് പറയുന്നത്. സാറിന് പറയുന്നതാണ് അറിവുണ്ടാകുന്നു. ഇങ്ങനെ മായയെ ആശ്രയിച്ച് അറിവുണ്ടാകുന്നു എന്ന് പറയും സാധാരണ നാടൻ ഭാഷയിൽ പറയും. എന്നിട്ട് അതിനെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയും, സാങ്കേതികമായി പറയും. കഥകരേണു ഏറ്റാമ്പലിലേക്ക് ഉദാഹരണം. എന്തിൽ നിന്നാണോ ഇതുണ്ടായത് അതിനെ ആശ്രയിക്കുന്നു, എന്നിട്ട് അതിനില്ലാതാകും. അപ്പോൾ ഈ മിഥ്യാജ്ഞാനത്തിലാണ്, മിഥ്യാജ്ഞാനത്തിന്റെ ഈ തലത്തിൽ ഇതൊരവസ്ഥയാണ്. ജാഗ്രത ഒരവസ്ഥയാണ്. എന്തുകൊണ്ടിവിടെ നാനാത്വ ബോധമുണ്ട്, സ്വാഭാവികമായ ബോധമുണ്ട്. ഈ അവസ്ഥയിൽ എങ്ങനെയാണോ ഇതുള്ളത്, ഈ മിഥ്യാജ്ഞാനം ഉള്ളത്, അതുകൊണ്ട് ഈ അവസ്ഥയിൽ എന്തുണ്ട്? തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയുണ്ട്. താൻ നിരുപാധികമായ തത്വമാണ് ഇവിടെ പറയുന്ന പരമാർത്ഥത്തിൽ ഇതെല്ലാം ആത്മാവ് തന്നെയാണ്. ഇത്തരത്തിലുള്ള അറിവില്ലായ്മയുണ്ട്. അതിനെ ഇല്ലാതാക്കുന്ന അറിവാണ് ശ്രുതി ഉപദേശിക്കുന്നത്. അപ്പോൾ അറിവില്ലായ്മയും അറിവും രണ്ടും ഈ അവസ്ഥയിലാണ്, ജാഗ്രത അവസ്ഥയിലാണ്. ഇവിടെ ശ്രുതി തരുന്ന അറിവ്, ഇവിടത്തെ അറിവില്ലായ്മ, അറിവ് എന്ന അറിവില്ലായ്മ പോകുമല്ലോ, പോയല്ലേ പറ്റും. അറിവില്ലായ്മയ്ക്കൊരു സ്വരൂപമൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തുകൊണ്ട്? ഇരുളിനെന്താ സ്വരൂപം? അങ്ങനെ അറിവില്ലായ്മ എന്നേ പറയാൻ പറ്റും. അതിനെക്കുറിച്ച് വേറെ കൽപ്പനകൾ നടത്തുന്നതിന്റെ അർത്ഥം എന്താണ് ഇരുള്? രാപകല് ചിന്തിച്ചാലും തീരുമാനമാകത്തില്ല. ഒരേ ഒരു തീരുമാനമാകും, എന്താണ്? അത് ഇരുളാണ്. വേറൊരു തീരുമാനം ഉണ്ടാകത്തില്ല. കാരണം അതിന്റെ സ്വരൂപം അങ്ങനെയാണ്. എന്താണ് ഈ അറിവില്ലായ്മ? ചിന്തിച്ചെത്താനോ പറ്റില്ല. മറിച്ചെന്താണ്? ഒന്നുറപ്പാണ്, വെളിച്ചം വരുമ്പോൾ അത് പോകുന്നു. ഞാൻ ഇതുവരെ അറിഞ്ഞില്ല ഞാൻ ആരാണ്, ശരിയാണ്. ഇപ്പോൾ ഉപദേശം വന്നു, ആ തത്വത്തെ ബോധിപ്പിക്കുന്നു. പിന്നെ അവിടെ അറിവില്ലായ്മയില്ല. പിന്നെ എങ്ങനെ അറിവില്ലായ്മ? വെളിച്ചത്തിൽ എങ്ങനെ ഇരുളിരിക്കും? അതെല്ലാം ഇവിടെ സംഭവിക്കുന്ന കാര്യം. പിന്നെ ഇതിന് കാരണമായിരിക്കുന്ന ഏതറിവില്ലായ്മ എന്നുള്ളതാണ് പറയുന്നത്. അത് ചോദിക്കുന്നത് എപ്പോഴാണ്? സുഷുപ്തി എന്ന് പറയുന്നത് ഒരവസ്ഥയാണെന്നും അവിടെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്നും ആ അജ്ഞാനം ജാഗ്രത ഇതിനെ കൽപ്പിച്ചു എന്നൊക്കെ വരുമ്പോഴാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചില പ്രക്രിയകൾ അദ്വൈതത്തിലുമുണ്ട്. പക്ഷെ അതൊരു സ്ഥൂലമായ ചിന്തയാണ്, മനസ്സിലാക്കി തരാൻ വേണ്ടി. സൂക്ഷ്മമായ ചിന്തയല്ല. സൂക്ഷ്മമായ ചിന്ത വരുമ്പോൾ ഇതിന് വേറിട്ടൊരു കാരണവും വേണ്ട. എന്തുകൊണ്ട്? ആത്മം വ്യതിരികേണ ന കസ്യജിത്തെന്നാ പറയും. ഒന്നും തന്നെ ഇല്ല. അജ്ഞാനമോ അല്ലെങ്കിൽ നാമരൂപങ്ങളോ എന്തെങ്കിലും അവസ്ഥകളോ ഒന്നുമില്ല. എല്ലാം ആത്മാവ് തന്നെ. അപ്പൊ ഇതിന് വേറെ കാരണം എന്തിനാ അന്വേഷിച്ചു പോകുന്നു? മറ്റൊരു കാരണവും ഇല്ല. അതുകൊണ്ട് തന്നെ ചിലയിടത്ത് പറയും ഈശ്വരൻ സ്വതന്ത്രനാണ്, സർവജ്ഞനാണ്, സർവശക്തനാണ്. എന്തിനെങ്കിലും അപേക്ഷിച്ചിട്ട് ഈശ്വരൻ സൃഷ്ടി നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പരാധീനനായി പോകുന്നു പറയും. ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ തന്നെ പ്രാണികളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് സൃഷ്ടിയെന്ന് ചിലയിടത്ത് പറയുമല്ലോ. അങ്ങനെ വന്നാൽ പോലും അവിടെ ഈശ്വരൻ പരാധീനനാണ്. മീമാംസകരെന്ന് പറഞ്ഞൊരു ഭാഗക്കാരുണ്ട്. അവര് ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്ന ഈശ്വരനെ സ്വീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. എന്തുകൊണ്ട്? ഈശ്വരൻ സൃഷ്ടിക്കുന്നത് എങ്ങനെയാ? സൃഷ്ടിക്കാൻ സാധനം വേണ്ടേ? വേണ്ടിവരുമല്ലോ. ഈശ്വരൻ ഒന്നും വേണ്ട, ഈശ്വരൻ സ്വയം സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള ഈശ്വരൻ ക്രൂരനെന്ന് പറയേണ്ടി വരും. കാരണം ഈ പ്രാണികൾ ഒരുപാട് കഷ്ടപ്പാട് ഇവിടെ അനുഭവിക്കുന്നുണ്ട്. ക്രൂരനായ ഒരു ഈശ്വരനെ സൃഷ്ടിച്ചു.
പറയല്ല, അങ്ങനെയല്ല. പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ച് സൃഷ്ടിക്കുന്നു. പാപമുള്ളവന് പാപം, പുണ്യമുള്ളവന് പുണ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ പരാധീനനായിപ്പോയി, സ്വതന്ത്രനല്ല. പാപപുണ്യങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കേണ്ടി വരും. ജയിക്കുന്നവന് സമ്മാനം കൊടുക്കുകയും തോക്കുന്നവന് ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈശ്വരൻ. അത് ഈശ്വരൻ സ്വതന്ത്രനല്ല എന്ന് പറയും. അതുകൊണ്ട് അവർ ഒരു ഈശ്വരന്റെ ആവശ്യമേ. എന്തിനാ ഈശ്വരനൂടെ കൊണ്ടെന്താ കാര്യം സാധിക്കാവുന്നത്? അതുകൊണ്ട് അത്തരം സങ്കല്പങ്ങൾ ഒന്നും പൂർണ്ണമല്ല ഈശ്വരനെ സംബന്ധിച്ചുള്ള. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? അത് തത്വമാണ്, തുര്യനാണ്. അതിൽ തന്നെ ഇതെല്ലാം നിൽക്കുന്നു. അതിൽ തന്നെയാണ് അറിവില്ലായ്മ, അതിൽ തന്നെയാണ് അറിവ്. അതിലെ അറിവില്ലായ്മയെ നശിക്കുന്നു. അപ്പോൾ അവിദ്യ, അതാണ് ഇവിടെ പറഞ്ഞു തന്നെ, രണ്ടു തരത്തിൽ. ഒന്ന് മിഥ്യാജ്ഞാന രൂപത്തിലുള്ള അവിദ്യ, ഇത്. മറ്റൊന്ന് അവിദ്യ എന്ന് പറയുന്ന അറിവില്ലായ്മ. ഈ മിഥ്യാജ്ഞാനവും ഈ അറിവില്ലായ്മയും ഇവിടെയാണ്, ഈ അവസ്ഥയിലാണ്, ഈ ജാഗ്രതത്തിലാണ്. ഇത് രണ്ടും നമ്മുടെ അനുഭവത്തിന് വിഷയവുമാണ്. ഇതിനോട് ചോദിക്കുന്നത്, നിനക്ക് നീ സച്ചിദാനന്ദം എന്നറിയാമോ? അറിയില്ല, അതറിവില്ലായ്മ. പിന്നെ മിഥ്യാജ്ഞാനം എന്താണ്? ഈ ശരീരാദി ബോധം, പ്രപഞ്ചബോധം, ഞാൻ സംസാരിയാണെന്നുള്ള ബോധം, ഞാൻ ബദ്ധനാണ് മുക്തനാണെന്നുള്ള ബോധം, ഇത് മിഥ്യാജ്ഞാനം. അറിവില്ലായ്മ കൊണ്ട് മിഥ്യാജ്ഞാനം എന്തുകൊണ്ട് പറയുന്നു? അത് ഇവിടെ ഈ മിഥ്യാജ്ഞാനത്തിന്റെ, ഈ അറിവില്ലായ്മയുടെ തരത്തിൽ അറിവ് വന്നാൽ ആ അറിവില്ലായ്മ നശിക്കുന്നു, ആ മിഥ്യാജ്ഞാനവും നശിക്കുന്നു. അതിനപ്പുറം അറിവില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പദാർത്ഥം അതിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായി എന്നുള്ള അർത്ഥത്തിലല്ല. ഇതാണ് അദ്വൈതം. ഒരു വേറിട്ടൊരു ശക്തി ഉണ്ടായിരുന്നു, ആ ശക്തി ഇതിനെയൊക്കെ സൃഷ്ടിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. പിന്നെ ആ അറിവില്ലായ്മ, ഞാൻ എന്നെ അറിയുന്നില്ല, ഈ അറിവില്ലായ്മ, അതുമെന്താണ്? അത് ആത്യന്തികമായി ഇതെല്ലാം ആ നിരുപാധികമായ അറിവ് തന്നെയാണ്. ആ നിരുപാധികമായ അറിവിലാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും, ഇവിടുത്തെ എല്ലാ പരിഹാരങ്ങളും ഈ ജാഗ്രത തന്നെ. അതുകൊണ്ട് ആത്യന്തികമായി പറയും എന്താണ്? ഒരേ ഒരവസ്ഥയുള്ളൂ, ജാഗ്രത. സ്വപ്നം അതും ഈ ജാഗ്രതത്തിന്റെ ഭാഗമാണ്. കാരണം നമ്മളെന്താ ധരിക്കുന്നത്? ഒരു ജാഗ്രത, പിന്നെ ഒരു സുഷുപ്തി, ഒരു സ്വപ്നം, മൂന്നെണ്ണം. ഈ ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയും ഇടയ്ക്കിരിക്കുന്നതാണ് സുഷുപ്തി. നമ്മളതിനെ അവിടെ നിന്ന് മാറ്റുക. തുര്യനാണ്. അപ്പൊ ജാഗ്രതത്തിനും സ്വപ്നത്തിനും വേർതിരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതും ഒരു ജാഗ്രത തന്നെ, ഇതും ജാഗ്രത തന്നെയാണ്. ഈ ജാഗ്രതത്തിൽ അത് സ്മൃതി രൂപത്തിലിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. അത് ജാഗ്രതത്തിന്റെ ഒരു ഭാഗമാണ്, സ്വതന്ത്രമായി നിലനിൽപ്പുള്ള ഒന്നല്ല. എന്തുകൊണ്ട്? ജാഗ്രതനെ ആശ്രയിച്ചാൽ നിലനിൽക്കുന്നു. ജാഗ്രതയിലിരുന്ന് നമുക്ക് അതിനെ സ്മരിക്കാനേ കഴിയുന്നുള്ളൂ. അത് വേർപെടുത്താൻ ഇടയ്ക്കൊരവസ്ഥയില്ല. പരമാർത്ഥത്തിലുള്ളത് ഒന്ന്, തുരീയ ബോധം. ആ തുരീയ ബോധത്തിൽ ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ജാഗ്രതയായിട്ടും സ്വപ്നമായിട്ടും. ഇതാണ് പറയുന്നത്. അദ്വൈതത്തിലെ മുഖ്യമായ കാഴ്ചപ്പാടിതാണ്. ശാന്തി ശാന്തി.